രണ്ടെണ്ണം കൂടെ ഇറങ്ങി തിരിച്ച് ഇത് സ്ക്രിപ്റ്റ് ആരെടുക്കും ഞാൻ പകുതി ഇവിടെ പിന്നെ തിരിച്ചു വരും. അത് കണ്ടിന്യൂ ചെയ്തോ കേട്ടോ. ഇവിടെ ഒരു കവറിലിടാം അങ്ങോട്ട് പോകും. ഫൈനൽ ഡേ ആണ്. നമ്മുടെ പ്രിയ മിത്രവും സുഹൃത്തുമൊക്കെ ആയ സുമിത്ത് വന്നിട്ടുണ്ട്. സുമിത്തിന് 4 തെറി പറയണമെന്ന് മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ പോട്ട് പാവം കുറിയൊന്നും തട്ടിയപ്പോൾ എനിക്കൊരു വിഷമം തോന്നി. ആ തെറി ഞാൻ വേണ്ടാന്ന് വെച്ചു. നല്ലൊരു നടനാണ്, നല്ലൊരു ആത്മസുഹൃത്താണ്. അദ്ദേഹത്തിന് ഈ ഒരു ചിത്രത്തിൽ ഭാഗമാക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. രാവിലെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് വെള്ളത്തിലിറങ്ങാൻ വിചാരിച്ചിട്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അയ്യെന്ന് കഴിവുള്ളൂ. അപ്പം അദ്ദേഹം വേഷമൊക്കെ മാറി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. നല്ലൊരു നടനും. എനിക്ക് ഏറ്റവും പുള്ളിയുടെ ക്യാരക്ടർ ഏറ്റവും വലിയ ഇഷ്ടം എന്ന് പറഞ്ഞാൽ വിനയത്തോടുകൂടി പെരുമാറാൻ അറിയുക. ഹൗ ടു ഡീൽ എ പേഴ്സൺ എന്ന് നമ്മൾ ചോദിച്ചാൽ ഹൗ ടു ഡീൽ എ പേഴ്സൺ, ഹൗ ടു ബിഹേവ് എ പേഴ്സൺ, ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെയാണ്. നല്ലൊരു നടൻ, ആങ്കർ, ഒരുപാട് തലങ്ങളാണ്. പക്ഷേ പണ്ട് ഋതുഭേദത്തിൽ ഞാൻ 15 ദിവസം വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയ 201 രൂപയാണ്. ഇത്രയും നല്ലൊരു നടന് ഞാൻ വിളിച്ചപ്പോൾ വരാനും കുട്ടയും കടലയെ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത്. എങ്കിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരു രൂപ, ഒരു 101 രൂപ ആയിക്കോട്ടെ, അതേ കൊടുക്കാൻ ഇപ്പോൾ നിർവാഹമുണ്ട്. പിന്നെ ഞാൻ ചെയ്യുന്ന ഭാവി പ്രോജക്റ്റുകളിലൊക്കെ ഉൾപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ട്. വളരെ സിൻസിയറായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. അതുപോലെ തന്നെ എല്ലാവരും ഇപ്പോൾ ഇന്ന് ക്ലൈമാക്സ് എടുക്കുകയാണ്. ഇപ്പം നമ്മുടെ നടൻ വന്നു, നമ്മൾ അതിൻ്റെ നമുക്ക് കുറച്ച് ഹാങ് ഓവർ ടെൻഷൻ എന്ന് വെച്ചാൽ തീരുന്നതിൻ്റെ ഒരു ഇത് ഇങ്ങനെയൊക്കെയുള്ള ഇതുണ്ട്. എന്ത് തോന്നുന്നു സുഹൃത്തിന് മനസ്സിൽ തോന്നിയാ പറ? ഇല്ല, തോന്നിയതല്ല, നമുക്ക് പരിചയമുള്ള ആൾക്കാർ തന്നെയാണ്. ഇപ്പോൾ ക്യാമറ ചെയ്യുന്ന ആണെങ്കിൽ എല്ലാവരും ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ്. അപ്പോൾ എന്തായാലും ഇത് 3ാമത്തെ ദിവസമാണ് ഈ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പാക്കപ്പാണ്. അപ്പോൾ വലിയ അവകാശവാദങ്ങളൊന്നുമില്ല. വളരെ ചെറിയ ഒരു മെസ്സേജ് നൽകുന്ന ഒരു സംഭവം. മെസ്സേജ് എന്താണെന്ന് പറയുന്നില്ല, ഒരു മെസ്സേജ് നൽകുന്ന ഒരു ഷോർട്ട് ഫിലിമാണിത്. ഇതൊരു ഭാഗമാവാൻ പറ്റുന്നത് വലിയൊരു ഭാഗ്യം. തീർച്ചയായിട്ടും ഇതൊരു അവാർഡിനൊക്കെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ചിലപ്പോഴെങ്കിലും ചില സ്ഥലങ്ങളിൽ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ആ വിഷയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ഷോർട്ട് ഫിലിമാണിത്. യഥാർത്ഥത്തിൽ ഇതൊരു സിനിമയാക്കാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നു. വലിയ സംഭവമാക്കാം. പലപ്പോഴും നമുക്കറിയാം ആക്ഷൻ ഹീറോ ബിജു പോലുള്ള സിനിമകളൊക്കെ എപ്പോഴും ഒരു ഷോർട്ട് ഫിലിം സ്റ്റൈലാണ് വന്നത്. പിന്നീട് അത് സംസാരിച്ച് പിന്നീട് അതൊരു സിനിമയിലേക്ക് എത്തിയതാണ്. അങ്ങനെ ഇത് ചിലപ്പോൾ നാളെ ഒരു സിനിമ ആയേക്കാം. നല്ലൊരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഈ ഒരു ഷോർട്ട് ഫിലിം കണ്ട് നല്ലൊരു പ്രൊഡ്യൂസർ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു സിനിമയാക്കാം. അന്നും നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാവരും കരോൺ സാർ ഇതിൽ ഉൾക്കൊള്ളിക്കണം അല്ലേ? അതാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഉൾക്കൊള്ളിക്കാൻ മാക്സിമം ശ്രമിക്കും. പിന്നെ ഈ ഒരു ചെറിയ തലവേദന എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാമറമാനും ഭയങ്കര ബിസിയാണ്. ക്യാമറമാനും ഭയങ്കര തിരക്കാണ്. അത് നേരിട്ട് പറയാം. മാറി നിന്ന് വിമർശിക്കുന്നതാണ് പ്രമാണം. മാറി നിന്ന് വിമർശിക്കുന്നത് ഞാനാണെങ്കിൽ മറ്റേ ആമ ഇടയും പോലെയാണ് ഞാൻ. ഒന്ന് അതിലെ ആ ഒരു വ്യത്യാസം. പ്രധാനപ്പെട്ട കാര്യം, നമ്മളൊരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു ഓഫീസ് സ്റ്റാഫല്ല, നമ്മൾ ഫ്രീലാൻസാണ്. ഫ്രീലാൻസ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഇവിടെ ഇത്ര മണി വരെ ഇവിടുന്ന് കിട്ടുന്ന ഒരു വരുമാനം, അത് തൊട്ടപ്പുറത്തേക്ക് കൂടി അവിടുന്ന് കിട്ടുന്നത്, ഇതാണ് നമുക്കൊരു കണക്കുകൂട്ടുണ്ട്. ഒരു മാസം എങ്ങനെ നമുക്ക് തള്ളി നീക്കാം അല്ലേ? ഒരു ശ്രീനിവാസ് സാർ പറഞ്ഞ പോലെ ഒരു മാസം തള്ളി നീക്കാൻ 1.5 ലക്ഷം അല്ല കോടിയോ അങ്ങനെ എന്തൊക്കെ പറയുന്നുണ്ട്. അതുപോലെ എങ്ങനെ തള്ളി നീക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഓൾമോസ്റ്റ് കിട്ടുന്ന വർക്കുകളൊക്കെ എടുക്കുക, അത് മനോഹരമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. പ്രവീണൊക്കെ എത്രയോ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് PRD പോലുള്ളിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് പ്രവീൺ. തീർച്ചയായിട്ടും വളരെ സന്തോഷം.
ഞങ്ങളിങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ വ്യക്തിപരമായിട്ട് ഒരു പ്രശ്നങ്ങളില്ല. ഒന്നുമില്ല. അത് ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ടൈം. വർക്കുമായി ബന്ധപ്പെട്ട് അല്ല, ടൈമാണ് ഇവിടുത്തെ പ്രശ്നം. അത് സ്വാഭാവികം. അതാണ് പ്രശ്നം. അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വളരെ ഞാൻ കോപ്പറേറ്റീവ് മാത്രമല്ല ആയിട്ട് നേരത്തെ പറഞ്ഞത് തന്നെ ഇദ്ദേഹം നമ്മൾ ചിലപ്പോൾ ഞാനിപ്പോൾ ഇവിടുന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. അതായത് ഒരു ഉത്സവപ്പറമ്പിൽ നമ്മൾ പോയിട്ട് ഇദ്ദേഹത്തിനെ കണ്ട് മാറി നിന്ന് കഴിഞ്ഞാലും ഇദ്ദേഹം ഓടി വന്നിട്ട് നമ്മളോട് സംസാരിക്കുന്ന ഒരു പ്രകൃതക്കാരനാണ്. അതിൽ നിന്ന് തന്നെ എല്ലാം മനസ്സിലാക്കാം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് വർഷത്തെ ഒരു ഈ ഒരു സ്ക്രിപ്റ്റും അതുപോലെ തന്നെ ഇതിൻ്റെ പ്ലാനിങ് എന്നൊക്കെ ചിന്തിക്കേണ്ടത് ഒരു വളരെ ചെറിയൊരു സമയത്തേക്ക് പോകുന്ന ഷോർട്ട് ഫിലിമിന് വേണ്ടിയിട്ട് ഏതാണ്ട് 2-3 മാസമായിട്ട് ആളിതിൻ്റെ അല്ലേ ഇതിൻ്റെ പുറകെ നടക്കുവാണ്. ആർട്ടിസ്റ്റുമാരെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിന് അനുസരിച്ചുള്ള ആർട്ടിസ്റ്റുമാറിന് വേണ്ടിയിട്ട് ആക്ടേഴ്സിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ അതൊക്കെ ഒരു വീഡിയോ സ്പെഷ്യലായിട്ട് ആൾ ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതൊരു നല്ലൊരു സംരംഭമായി മാറട്ടെ. എല്ലാവർക്കും അനുമോദനം തൽക്കാലം നിർത്തുന്നു. നന്ദി. കാണാം.